മോളെ കുറെ നേരമല്ലേ സുജാത താഴേക്ക് കണ്ടിട്ട്? കിടക്കാൻ പറ്റാണോ? അച്ഛൻ ഇത് കഴിക്കേ, ഞാൻ അമ്മയൊന്ന് നോക്കിയിട്ട് വരാം. അച്ഛാ കഴിക്കുന്നേ ഇതോടെ ഒന്നുകൂടെ മതി മതി. അമ്മേ, എന്താ അമ്മ ഇത്? മാപ്പിരക്കാണ്. ചെയ്ത തെറ്റിന് മുഴുവൻ മാപ്പ് ചോദിക്കുക. അമ്മ എന്ത് തെറ്റാ ചെയ്തേ? അവൻ നിന്നോട് തെറ്റ് ചെയ്തില്ലേ? നിന്റെ ജീവിതം നരകതുല്യമാക്കിയില്ലേ? എന്റെ മോൻ ലോകത്തിലെ ഏറ്റവും നല്ലവനാണെന്ന് പറഞ്ഞ് നിന്നെ ഞാൻ മോഹിപ്പിച്ചല്ലേ? എന്നിട്ട് തകർത്ത് കളഞ്ഞില്ലേ എല്ലാം? അമ്മേ, അമ്മയ്ക്ക് അത്രയ്ക്ക് ഇഷ്ടം എന്റെ മോളെ. എന്റെ മകൻ എന്റെ അടുത്തുനിന്ന് പോയാലും നീ പോകുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല മോളെ. അമ്മയുടെ സ്വാർത്ഥത അത് മാത്രം. അല്ലാതെ അവനെ കുറിച്ച് ഇപ്പൊ അമ്മ ചിന്തിക്കാറില്ല. എനിക്കറിയാമേ, ഭാഗ്യക്കേടുണ്ട് എനിക്ക്. അതായിരിക്കും ജീവന്റെ രൂപത്തില് എന്റെ മുന്നിൽ നിൽക്കുന്നത്. പക്ഷെ അതിന്റെ കൂട്ടത്തില് മഹാഭാഗ്യം കൂടി ഉണ്ടല്ലോ. അതാ എന്റെ അച്ഛനും അമ്മയും. അച്ഛൻ എന്നോടുള്ള സ്നേഹം എനിക്കറിയാം. അമ്മയുടെ ശ്വാസത്തിൽ പോലും ഞാനാണെന്നും എനിക്കറിയാം. അത്രയും കരുത്ത് എനിക്കുള്ളപ്പോ ചിലതൊക്കെ പോയാ പോട്ടേന്ന് ഞാനങ്ങ് വെക്കും. ഞാൻ എന്നും അച്ഛൻ്റെ അമ്മയുടെയും മോളായിരിക്കും, ചാകുന്നത് വരെ.
ഡിസ്ചാർജാ. ബില്ലിങ്ങിന് കുറച്ച് സമയം എടുക്കും. അത് കഴിഞ്ഞ് വീട്ടിലേക്ക് പോവാം. വീണയുടെ ഡിസിഷനാ. ഇവര് രണ്ടുപേരും നിൽക്കുന്നോണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. കുഞ്ഞിനെ അവർ കൊണ്ടുപോയിക്കോട്ടെ. എന്റെ വയറ്റിൽ കിടന്ന കുഞ്ഞിനെ സ്നേഹിച്ചതും ആഗ്രഹിച്ചതൊക്കെ ബെന്നിച്ചനോ ആലിസ് ചേച്ചിയോ? ഇന്നലെ വന്ന് കയറിയവരാ. അതിനേക്കാൾ മുമ്പ് ആ കുഞ്ഞിന്റെ ജന്മത്തെക്കുറിച്ചും ഭാവിയെക്കുറിച്ചും ചിന്തിച്ച ഒരുത്തരെവിടെ ഉണ്ട്? സകല മാനക്കേടുകൾക്കൊപ്പം നിന്നെ ഇവിടം വരെ ചുമന്നൊരുത്തൻ. സ്വന്തം വയറ്റി കിടക്കുന്ന കുഞ്ഞിനെ കുറിച്ച് നീ എന്നോട് സ്വപ്നവും പറഞ്ഞിട്ടില്ല, പക്ഷെ അവൻ പറഞ്ഞിട്ടുണ്ട്. വളർത്തതിനെ കുറിച്ചല്ലല്ലോ, വലിച്ചെറിയതിനെ പറ്റില്ല നീ ആലോചിച്ചിട്ടുള്ളത്. പക്ഷെ അങ്ങനെയല്ല അവൻ. തർക്കിക്കാൻ എളുപ്പമാണെങ്കിൽ, പക്ഷെ വീണയുടെ കമ്മിറ്റ്മെന്റ്. മതി, എല്ലാത്തിനും കൂട്ടുനിന്നത് നീ ആയിരുന്നല്ലേ. എനിക്കാ തെറ്റ് പറ്റിയത്. ശത്രുവേഷം മാറി വീട്ടിൽ വന്ന് കയറിയിട്ട് ഞാനത് തിരിച്ചറിഞ്ഞില്ല. പറഞ്ഞ വാക്കുകൾ മുഴുവനും ഞാൻ വിശ്വസിച്ചു. വീടിനകത്ത് സ്വാതന്ത്ര്യം തന്നു. എന്റെ മകളുടെ ചടങ്ങുകൾക്ക് പങ്കെടുപ്പിച്ചു. ഇതിനൊക്കെ ചേർത്ത് നീ തന്ന കൂലിയാണല്ലോ ഇത്. ഈ കാര്യത്തിൽ എന്നെ കുറ്റപ്പെടുത്തണ്ട. എന്നെ കാണുന്നതിനും പരിചയപ്പെടുത്തുന്നതിനും എത്രയോ മുമ്പാ വീണ ഈ തീരുമാനം എടുത്തത്. ശരി, വീണയ്ക്ക് ഡിവോഴ്സ് നൽകാന്ന് ഹരി പറഞ്ഞത് ഞാൻ വന്നതിന് ശേഷമാണോ? ഹരിയുടെ കൂടെ വീണ ജീവിക്കില്ല എന്ന് പറഞ്ഞത് ഞാൻ വന്നതിന് ശേഷമാണോ? അല്ലല്ലോ. എന്റെ എഗ്രിമെന്റ് ഉണ്ടെന്ന് പറഞ്ഞാലും ആര് വാക്കുകൊടുത്തെന്ന് പറഞ്ഞാലും ആ കുഞ്ഞിനെ വിട്ടുകൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല. അച്ഛാ, മിണ്ടരുത് നീ. മുഖം പോലും കാണാത്ത കുഞ്ഞിന് ഞാൻ പറഞ്ഞില്ലേ നീ എന്നിട്ട് ഉളുപ്പില്ലാതെ ഇരിക്കുന്നത്. ഹരി, ഇത് വളരെ സെന്റിമെന്റലായ ഒരു കാര്യമാണ്. പക്ഷെ എല്ലാ കാര്യത്തിലും വൈകാരികത മാത്രം നോക്കാൻ പറ്റില്ലല്ലോ. പ്രാക്ടിക്കൽ സെൻസിനും കൂടെ ചിന്തിക്കണ്ടേ? ഇവരുടെ ആവശ്യങ്ങൾ നിഷേധിക്കാനോ ഇതിനുവേണ്ടി ഇവർ കോടതി പോയാൽ പോകട്ടേന്നോ ഹരി ചിന്തിക്കുന്നുണ്ടോ? പോകും, അതിനെന്താ സംശയം? ഇക്കാര്യം ഏതെങ്കിലും വിധത്തിൽ കോടതിയിലെത്തിയ ആ കോടതി മുറിയിൽ ഏറ്റവും കൂടുതൽ നാണം കെടാൻ പോകുന്നത് ഹരിയായിരിക്കും. കാരണം കോടതിയിൽ വീണ വിളിച്ചു പറയും കുഞ്ഞിന്റെ അച്ഛൻ ഹരി അല്ലാന്ന്. വീണയ്ക്ക് ഹരിയുമായി മാനസികമായോ ശാരീരികമായോ ഒരു ബന്ധവും ഇല്ലാന്ന്. അത് പിന്നെ മീഡിയാസ് ചർച്ച ചെയ്യും, ചാനലുകളുടെ അന്തിചർച്ചയിൽ പടർന്നു കയറും. എത്ര നാളത് നിലനിൽക്കുന്നോ അത്രയും നാളും ഹരിയും അമ്മാവനും ബാക്കിയുള്ളവരും അത് സഹിക്കേണ്ടി വരും. എന്നിട്ടും ഹരിയുടേത് തന്നെയാണ് കുഞ്ഞെന്ന് ഹരി തർക്കിച്ച കോടതിയുടെ മാർഗം ഒരു DNA ടെസ്റ്റാ. അങ്ങനെ നടന്ന തീർന്നില്ല ഹരിയുടെ വാദം. ഞാൻ വീണയുടെ പക്ഷം ചേർന്ന് പറയുന്നൊന്നുമല്ല, ഈ ഇഷ്യൂവിന്റെ യഥാർത്ഥ സ്വഭാവം പറഞ്ഞേ ഉള്ളൂ. ഇനി ഹരി തീരുമാനിച്ചോളൂ.
ഇവരിൽ നിന്ന് നീ എത്ര തുക വാങ്ങിച്ചു എന്നുള്ളത് എനിക്കറിയില്ല. ഒന്നിച്ച് വീട്ടാനൊന്നും എന്നെ കൊണ്ട് മാർഗവുമില്ല. പറ്റുന്ന പോലെയൊക്കെ ഞാൻ കൊടുത്തു തീർത്തോളാം. നിന്റെ കുഞ്ഞിനെ എനിക്ക് തന്നൂടെ? നിന്നെ ഞാൻ ശല്യപ്പെടുത്തില്ല. നിനക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഞാൻ വളർത്തിക്കോളാം മോളെ. എനിക്ക് നിങ്ങൾ ഇഷ്ടമല്ല. എന്റെ കുഞ്ഞിനെ നിങ്ങൾ വളർത്തുന്നത് ഇഷ്ടമല്ല. ആ കുഞ്ഞിന് നല്ലൊരു ഭാവിയാണ് സ്വപ്നം കാണുന്നതെന്ന് പറഞ്ഞില്ലേ? അങ്ങനെയാണെങ്കിലേ എന്റെ തീരുമാനം പോലെ കുഞ്ഞിനെ ഇവരെ ഏൽപ്പിക്കണം. അല്ലാതെ എനിക്ക് ഈ കാര്യത്തിൽ വേറൊരു തീരുമാനമില്ല. നമ്മൾ തോറ്റുപോയ മാവ. നമ്മുടെ കയ്യിൽ സ്നേഹം മാത്രമല്ലേ ഉള്ളൂ. അതിന് ഈ നിൽക്കുന്നവരുടെ ഇടയിൽ ഒരു വിലയില്ല. ലോകത്തെ കേട്ടുകേൾവിയില്ലാത്ത കാര്യമാ. അവനെ ചതിക്കാൻ വേണ്ടി മാത്രം നിങ്ങളെല്ലാം കൂടെ ഒത്തുചേർന്നതാ. എഴുതി വെച്ചു, അവ പൊറുത്താലും ദൈവം പൊറുക്കുകയല്ല. ഏട്ടന് പോകാൻ എന്തിനാ നിങ്ങൾ സമ്മതിച്ചത്? അച്ഛനെ വിളിച്ചിട്ട് പോയാ മതിയെന്ന് അമ്മ പറഞ്ഞതാ. പക്ഷെ വല്യച്ഛൻ തീരുമാനം എടുത്തു. ഏട്ടൻ എന്ത് തീരുമാനം എടുത്താലും നിങ്ങൾ നിങ്ങളുടെ ചുമതല ചെയ്യണമായിരുന്നു. എന്നെ ഒന്ന് വിളിക്കാൻ അത്ര ബുദ്ധിമുട്ടായോ? ഏട്ടൻ പോയതിന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ആ രീതിയിലായിരുന്നു അവൻ വന്നതും സംസാരിച്ചതൊക്കെ. ഞങ്ങൾക്കും കാര്യങ്ങൾ നേരിട്ട് അറിയാമായിരുന്നില്ലെങ്കിൽ ഞങ്ങളും അത് വിശ്വസിച്ചേനെ. ഇപ്പോഴും നിത്യയോട് അവൻ കാണിക്കുന്ന ദ്രോഹങ്ങള് മറ്റാരേക്കാളും കൂടുതൽ സംസാരിക്കുന്ന നീയാണല്ലോ. എന്നിട്ട് നിന്റെ നാവ് എവിടെയായിരുന്നു? അതുകൊണ്ട് ഏട്ടന്റെ മുൻപിൽ വെച്ച് അത് വല്ലതും കാണിക്കാൻ പറ്റുമോ? ഏട്ടനെ ഒന്നും അറിയിക്കരുതെന്ന് ഏറ്റവും കൂടുതൽ നിർബന്ധം പിടിച്ചത് നിങ്ങൾ തന്നെയല്ലേ? ആ ഫംഗ്ഷന്റെ ദിവസം ഇത്രയും മോശമായിട്ട് പെരുമാറിയ ഒരുത്തൻ അതൊക്കെ മാറ്റിവെച്ച് ഏട്ടനെയും കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ ഇതെന്തോ കുഴപ്പാണെന്നാ എന്റെ മനസ്സ് പറയുന്നത്. എനിക്കും അങ്ങനെ തോന്നി. അയാള് വല്യച്ഛനെ എന്തെങ്കിലും തൊടില്ലവൻ. എന്റെ ഏട്ടന്റെ മനസ്സിലൊരു പോറലെങ്കിലും അവനെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവനെ വീട്ടിൽ വെച്ചായിരിക്കില്ല ഞാൻ കാണുന്നത്, തെരുവിൽ വെച്ചായിരിക്കും. ഒന്ന് എഴുന്നേറ്റ് നടക്കാൻ പോലും കഴിയാത്ത വിധത്തില് കൈയും കാലും ഞാൻ കൊത്തി അരിയും. അതാ ശരിക്കും ചെയ്യേണ്ടത്. അവനെ ഒരു മാംസപിണ്ഡമാക്കിയിട്ട് നരകിക്കാൻ വിടണം. എന്തായാലും കുറച്ചു കഴിഞ്ഞിട്ട് ഏട്ടനെയും നിത്യനെയും നമുക്ക് വിളിച്ചു നോക്കാം. എന്താ അവിടെ സംഭവിക്കുന്നതെന്ന് അറിയാലോ. ഏട്ടന്റെ അവളുടെ കാര്യത്തില് ഒരിക്കലും ഒരു സ്വസ്ഥത കണ്ടിട്ടില്ല. എന്റെ കുഞ്ഞ് കനലിന്റെ മുകളിൽ അവിടെ നടക്കുന്നത്. ആ കാഴ്ച കാണാനാ ഏട്ടനെ ക്ഷണിച്ചോണ്ട് പോയിരിക്കുന്നത്. അച്ഛാ, ഡോക്ടറെ കാണാൻ കുറച്ചുകൂടി സമയമുണ്ട്. അച്ഛന് ക്ഷീണമുണ്ടെങ്കിൽ
ക്യാൻറ്റീനിൽ പോയി ഒരു കാപ്പി ചായ കുടിക്കാം. അയ്യോ അതൊന്നും വേണ്ട മോനെ. ഹാ, ഇതാ അച്ഛൻ്റെ കാര്യം. എന്ത് പറഞ്ഞാലും അത് എനിക്ക് ബുദ്ധിമുട്ടാവും എന്ന് പറയും. വഴിയിൽ ഏതെങ്കിലും ഹോട്ടലിൽ കയറാമെന്ന് ഞാൻ പറഞ്ഞു. ഇപ്പം ഇവിടെ വന്നിട്ടും വേണ്ട. ആവശ്യമില്ലാത്തതുകൊണ്ടല്ലേ. അങ്ങനെ നിർബന്ധമാണെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിക്കുമ്പോൾ വേറെ എവിടെയെങ്കിലും കയറാം. ആ ശരി അച്ഛൻ. നിത്യ, താൻ കേട്ടല്ലോ. ഇനി ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അച്ഛൻ വാക്ക് മാറിയ ഞാൻ തന്നോടാ ചോദിക്കാം. എടോ, താനെന്തെങ്ങനെ പേടിച്ച് വരേണ്ട പോലെ ഇരിക്കുന്നത്? എടോ, നമ്മൾ അച്ഛനെ അസുഖമായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിരിക്കുന്നല്ല. അച്ഛന് അസുഖം വരാതിരിക്കാൻ വേണ്ടി ഒരു മുൻകരുതലെടുക്കാൻ. അപ്പൊ പിന്നെ സന്തോഷത്തോടെ ഇരുന്നൂടെ? വാ നടക്കച്ച. കുഞ്ഞിനെ ഏറ്റുവാങ്ങാൻ നമ്മൾ രണ്ടുപേരും കൂടി ചെല്ലണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് വിരോധമൊന്നുമില്ലല്ലോ നിനക്ക്? ഞാനീ കുഞ്ഞിനെ എടുത്തോട്ടെ. ആ നല്ല ചന്തണ്ടല്ലേ? വാച്ച, നമുക്ക് പോവാം. താങ്ക്സ്. പെൺകുഞ്ഞാണല്ലേ? അതെ. ഹരി, ആദ്യമായിട്ട് അവസാനമായിട്ടും നിന്റെ കുഞ്ഞിനെ നിനക്കൊന്ന് കാണണ്ടേ? വേണ്ട. ഞാൻ അതിനെ സ്നേഹിച്ചിട്ടില്ല, ഒരിക്കലും ആഗ്രഹിച്ചിട്ടുമില്ല. അതിനെ കൊണ്ടുപോയിക്കും.